ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡൂൾസ് ആൻഡ് ഡിഷസ്. അപ്പോൾ ഞാൻ ഇനി ഒരു ഓണസദ്യ റെസിപ്പി സീരീസ് തുടങ്ങാൻ പോവാണ്. ഈ സദ്യയിൽ കാണുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ റെസിപ്പി ആയിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ക്യാബേജ് തോരൻ. ആർക്കൊക്കെ ഇഷ്ടമാണ് ക്യാബേജ് തോരൻ, നല്ല തേങ്ങ ഇട്ടത്, കമൻറ്റ് ചെയ്തൊന്ന് പറയണേ. അതിനായിട്ട് നമ്മളൊരു പാനിൽ അല്ലെങ്കിൽ കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിൽ കടുകിട്ട് പൊട്ടിക്കണം. എന്നിട്ട് ഒരു 2-3 വറ്റൽമുളക്, ഡ്രൈ റെഡ് ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലിനി നമ്മൾ ഇടാൻ പോണത് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതൊന്ന് ഇളക്കിയിട്ട് നമ്മളിതിലോട്ട് ചെറുള്ളി ഇടും, ഷാലറ്റ്സ്. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. ചെറുള്ളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കളർ വരുമ്പോൾ നമ്മൾ നല്ലോണം ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജും പിന്നെ പച്ചമുളകും ഇട്ട് ഇളക്കിയെടുക്കണം. പച്ചമുളക് നിങ്ങൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ടാൽ മതി. ഒത്തിരി എരിവ് കഴിക്കാത്തവർ ഒരു 1-2 മുളക് ഇട്ടാൽ കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മൾ പാകമായിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊരു 5-7 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വിടണം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചാൽ മതി. അതിലോട്ട് നമ്മളിനിയും തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇടണം. എന്നിട്ട് രണ്ടാമതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വിടണം. അപ്പോൾ അത് കുക്കായി കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഇളക്കി ഇടയ്ക്കൊന്ന് നമുക്ക് അടുപ്പ് മാറ്റി നോക്കാം, ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കണോ ഇല്ലയോ എന്ന്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ വേണമെങ്കിൽ. എന്നിട്ട് നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഐറ്റമായിട്ട് ഞാൻ വരാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ.